ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ബേബി ഫ്രണ്ട്ലി സദ്യ സീരീസ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ റെസിപ്പി നമ്പർ 4 നമ്മുടെ സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട കറിയായ സാമ്പാറാണ്. സാധാരണ ഞങ്ങളുടെ വീട്ടിലൊക്കെ മലബാർ സ്റ്റൈൽ തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു സിമ്പിളായിട്ട് തേങ്ങ വറുത്തരയ്ക്കാതെ അങ്ങനെ തയ്യാറാക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ ദിവസം വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് കുഞ്ഞിന് മാറ്റി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കുഞ്ഞിന് വേണ്ടി മാത്രം ഉണ്ടാക്കുകയാണെങ്കിലും വളരെ കുറച്ച് വെജിറ്റബിൾസ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സിമ്പിൾ ബേബി ഫ്രണ്ട്ലി സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ എടുക്കുന്നത് മസൂർ ദാലാണ്. നിങ്ങളുടെ കുഞ്ഞിന് ഇതിനകം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഏത് ദാലാണോ അത് യൂസ് ചെയ്യാം. മൂങ് ദാൽ, മസൂർ ദാൽ, തൂർ ദാൽ, ഇങ്ങനെ ഏത് ടൈപ്പ് ദാലും യൂസ് ചെയ്യാം. എൻ്റെ കുഞ്ഞിന് മൂങ് ദാലും മസൂർ ദാലും ഞാൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ മസൂർ ദാലാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായി കഴുകിയെടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഏകദേശം അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചു. ഞാനിവിടെ അരമണിക്കൂറാണ് സോക്ക് ചെയ്തത്, ചൂടുവെള്ളത്തിലാണ് സോക്ക് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് ഓവർനൈറ്റ് ചെയ്യാം, 3-4 മണിക്കൂർ ചെയ്യാം. എല്ലാം നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. ഞാനിവിടെ വെജിറ്റബിൾസ് ആയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ്, കുറച്ച് ക്യാരറ്റ് പീസ്, പിന്നെ അതേപോലെ ഒരു മുരിങ്ങക്കായുടെ കോല്, തക്കാളി, വെണ്ടയ്ക്ക, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം വളരെ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞ് ദാൽ സോക്കായ ശേഷം കുക്കറിലേക്ക് ഈ സോക്ക് ചെയ്ത ദാലും വെജിറ്റബിൾസും ചേർക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കാം. മുളക് പൊടി കുട്ടികൾക്ക് നല്ലതല്ല, അതുകൊണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. കായപ്പൊടി അധികം വേണ്ട, കുറച്ച് ചേർത്താൽ മതി. സാമ്പാറിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി കുഞ്ഞിന് ഉപ്പ് കൊടുത്ത് തുടങ്ങിയവരാണെങ്കിൽ വളരെ കുറച്ച് ഉപ്പും ചേർക്കാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ കുറച്ച് പുളിവെള്ളം ചേർക്കാം, വളരെ കുറച്ച് മതി. അന്ന് വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കിയ അതേ പുളി തന്നെയാണ് കുട്ടിക്ക് എടുത്തത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് കുക്ക് ചെയ്യാം. എൻ്റെ കുക്കർ ഏകദേശം 3 വിസിലാണ് ഞാൻ കൊടുത്തത്. ഇവിടെ പ്രധാനപ്പെട്ടത് വിസിലിൻ്റെ നമ്പറല്ല, വെജിറ്റബിൾസും ദാലും വളരെ സോഫ്റ്റായിട്ട് കുഞ്ഞിന് എളുപ്പത്തിൽ മാഷ് ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻസി കിട്ടണം. കുഞ്ഞ് ഫിംഗർ ഫുഡ് സ്റ്റേജിലാണെങ്കിൽ പോലും കൈകൊണ്ട് അമർത്തുമ്പോൾ എളുപ്പത്തിൽ മാഷ് ആകുന്ന രീതിയിലായിരിക്കണം കുക്ക് ചെയ്യേണ്ടത്. കുക്ക് ചെയ്ത ശേഷം സർവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മുരിങ്ങക്കായുടെ കഷ്ണം കുഞ്ഞിന് നേരിട്ട് കൊടുക്കേണ്ടതല്ല. മുരിങ്ങക്കായയിൽ നിന്ന് സ്പൂൺ ഉപയോഗിച്ച് ഉള്ളിലെ സോഫ്റ്റ് പൾപ്പ് എടുത്ത് സാമ്പാറിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇന്നിവിടെ ഞാനിത് ഇഡ്ഡലിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇഡ്ഡലി ഒരു സോഫ്റ്റ് ആൻഡ് സ്റ്റീംഡ് ഫുഡ് ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ എളുപ്പമുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ ഇത് സദ്യയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു റെസിപ്പി അല്ല. ഒരു നോർമൽ ഡേയിലും ഈ സിമ്പിൾ സാമ്പാർ ഉണ്ടാക്കാം. ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. അപ്പോൾ ഇനി ഇന്നത്തെ ടിപ്പ് നോക്കാം. ഇന്നത്തെ ടിപ്പ് ആക്ച്വലി സദ്യ ഉണ്ടാക്കുന്ന ദിവസത്തെക്കുറിച്ചാണ്. സദ്യ ഉണ്ടാക്കുന്ന ദിവസം രാവിലെ തന്നെ ഈ സാമ്പാർ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ഇഡ്ഡലിയുടെ കൂടെ ഇത് സെർവ് ചെയ്യാം. പിന്നെ ഉച്ചയ്ക്ക് സദ്യയ്ക്ക് ഇരിക്കുമ്പോൾ അതേ സാമ്പാർ തന്നെ ഒരു മെയിൻ കറിയായി ഉപയോഗിക്കാം. അപ്പോൾ ഒരേ ഒരു പ്രിപ്പറേഷൻ കൊണ്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിലെ ഒരു കറിയും റെഡിയാകും. പ്രത്യേകിച്ച് കുഞ്ഞിന് വേണ്ടി ഓരോ ഡിഷും വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിഷ് 2 സമയത്ത് യൂസ് ചെയ്യുന്നത് ടൈമും എഫേർട്ടും സേവ് ചെയ്യാൻ നല്ലൊരു വഴിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബേബി ഫ്രണ്ട്ലി സദ്യ റെസിപ്പി നമ്പർ 4, സാമ്പാർ. അടുത്ത് വരുന്നത് നമ്മുടെ ഒരു ക്ലാസിക് കേരള റെസിപ്പിയാണ്. അതെങ്ങനെ ഒരു ബേബി ഫ്രണ്ട്ലി മാനറിൽ ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായിരിക്കും റെസിപ്പി നമ്പർ 5. ഇനിയും കുറച്ച് റെസിപ്പീസ് കൂടി വരാനുണ്ട്. അതുകൊണ്ട് ബേബി ഫ്രണ്ട്ലി സദ്യ സീരീസ് ഫോളോ ചെയ്യാൻ മറക്കരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് റെസിപ്പി.